ശുഗായിലെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയാസ് സ്ലീബ മൂശാക്കാലം ഒന്നാം തിങ്കളാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരൊറ്റ വാചകത്തിലൂടെ ഈശോയുടെ മറവിയിലൂടെ ഒരു കള്ളൻ സ്വർഗം മോഷ്ടിച്ചെടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ്. വാൻ ദുവാൻ ഒരിക്കല് റോമില് ജോൺ ബോൾ പാപ്പയും കർദിനാൾ തിരുസംഘത്തെയും ഒക്കെ ധ്യാനിപ്പിച്ച അവസരത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോയുടെ ഏറ്റവും വലിയ ഒരു കുറവ് എന്നുള്ളത് അവനൊരു മറവിക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലും ഈശോയുടെ ഈ മറവിയെ പറ്റിയുള്ള സൂചനകളാണല്ലോ. അന്ന് വരെ ആ കള്ളൻ ചെയ്ത സകലമാന തെറ്റുകളും ഈശോ ഒരൊറ്റ നിമിഷത്തിൽ മറക്കുകയാണ്. ആ മറവിയിലൂടെ ആ കള്ളൻ ഈശോയുടെ പക്കൽ നിന്നും ഒരു തരത്തില് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ മോഷ്ടിച്ചെടുത്തത് സ്വർഗം തന്നെയായിരുന്നു. ഈശോയുടെ മറവിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും ഒരുപാട് ഓർമ്മകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. ഈ ഓർമ്മകളിൽ തന്നെ ചില അപകടങ്ങളുണ്ടല്ലോ. നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ മുറിപ്പെടുത്തിയവരുടെയുമായുള്ള ഓർമ്മകൾ ഒരുപാട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ മറക്കാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. നല്ല കള്ളൻ അവസാനവും ദൈവമേ, അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെയുള്ള ഫുൾട്ടൻ ജേഷ്യന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: തൻ്റെ ആയ കാലത്ത് ദൈവത്തെ അപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മരണത്തിന്റെ വിനാഴികയിൽ പോലും ആ നല്ല കള്ളന്റെ നാവിലേക്ക് ഈശോ എന്ന പദം വന്നു ചേർന്നത്. വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.